അങ്ങനെ അമ്മ രാവിലെ തന്നെ ചക്ക വേവിക്കാൻ എടുക്കുവാണ്. രാവിലെ അല്ല, ഒരു 10 മണിയൊക്കെ ആയി. ഞാനിത് പച്ചയ്ക്ക് കഴിക്കും, പക്ഷേ ഇത് വേവിച്ച് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. കുഞ്ഞ് നല്ല ഉറക്കമാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ കാശിക്ക് കരിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞമ്മ കുറച്ച് കരിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞാൽ കുഞ്ഞുണരുമ്പോഴത്തേക്കിന് അത് എല്ലാം പൊതിച്ച് വെക്കാവുന്ന. നമ്മുടെ പൊന്നൂസ് പക്ഷേ ഈ കരിക്കൊന്നും കുടിക്കത്തില്ല. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കിനും നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊന്നൂസ് 2 ദിവസം കൊണ്ട് പറയുന്നുണ്ട് ബിരിയാണി വേണമെന്ന്. അപ്പോൾ അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കിനും ബിരിയാണിയൊക്കെ എത്തി. പിന്നെ ഞാനൊരു ഷേക്കും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷാർജ ഷേക്ക്. പിന്നെ പൊന്നൂസിന് നമ്മൾ ബിരിയാണി കൊടുത്തു. പൊന്നൂസിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡാണ് ബിരിയാണി. കൂട്ടത്തിൽ പിന്നെ ഞാനും കഴിക്കാനെടുത്തു. അപ്പം ഞാനും പൊന്നൂസും കൂടെ പിണങ്ങിയിരിക്കുകയാണ്. ആ ഷേക്കിൻ്റെ തണുപ്പൊന്ന് മാറട്ടെ എന്ന് പറഞ്ഞതിനാണ് ആളിങ്ങനെ മോന്ത വീർപ്പിച്ചിരിക്കുന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ അടുക്കളയിലെ പാദത്തിനടിയിൽ പൊത്താനൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അമ്മ പിന്നെ അതെല്ലാം അടുക്കി വെക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ജിത്തുവിനെയും കൊണ്ട് അമ്മ വെളിയിലോട്ട് പോയി. പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് പാക്കുണ്ട്, അത് ഉണക്കിയിട്ട് അതിൻ്റെ തോല് കളഞ്ഞിട്ട് അമ്മ അത് വിൽക്കും. അതിന് കൊട്ടപ്പാക്ക് അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അപ്പോൾ അമ്മ അതിൻ്റെ തോല് കളയുന്ന ജോലിയിലാണ്. പിന്നെ നമ്മുടെ ചെമ്പരത്തിയിൽ ഇന്നും പൂവുണ്ടായിരുന്നു, നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ എന്ത് ചെയ്യാനാണ്, വൈകുന്നേരം ആകുമ്പോഴത്തേനും പൊഴിഞ്ഞു പോകും. പിന്നെ അമ്മ അതെല്ലാം ഉണങ്ങിയതിൻ്റെ എല്ലാം തോല് കളഞ്ഞു. ഇനി അത് ബാക്കി കിടക്കുന്നത് ഉണങ്ങാനുണ്ട്, എന്നാലേ തോല് കളയാൻ പറ്റത്തുള്ളൂ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും അച്ഛൻ വന്നു. അച്ഛൻ കൊണ്ടുവന്ന പൊതി കിട്ടിയ സന്തോഷത്തിലാണ് പൊന്നു. എന്നിട്ട് എന്നെ കളിയാക്കും, എൻ്റെയിലാണല്ലോ തന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.